എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്ന വളരെ രുചികരമായിട്ടുള്ള ഒരു സ്ട്രോബെറി കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്, നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒന്നാണ്. ഫ്രഷ് ആയിട്ടുള്ള സ്ട്രോബെറി അല്ലാന്നുണ്ടെങ്കിൽ ക്രഷ് വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണ്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപായിട്ട് നമ്മൾ ക്രിസ്മസ് പ്രമാണിച്ച് ചെറിയൊരു ഗിവ് അവേ നടത്താനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ ഗിവ് അവേയിൽ നിങ്ങൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട് ചെയ്യേണ്ടത് ഇത്ര മാത്രം. നമ്മൾ ഇടുന്ന വീഡിയോസ്, അതായത് റെസിപ്പികൾ ട്രൈ ചെയ്ത് നോക്കുമ്പോൾ അതിൻ്റെ ഫോട്ടോസ് എടുത്തിട്ട് നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജിലേക്ക് അയച്ചു തരിക. അല്ലാന്നുണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ നമ്മളെ ടാഗ് ചെയ്യുക. അപ്പോൾ ഏറ്റവും കൂടുതൽ റെസിപ്പികൾ ട്രൈ ചെയ്തിട്ട് ടാഗ് ചെയ്യുന്ന ആൾക്കായിരിക്കും ഗിവ് അവേ പ്രൈസ് കൊടുക്കുന്നത്. പ്രൈസ് എന്താണെന്നൊക്കെ ഉള്ളത് വരും വീഡിയോസിൽ ഞാൻ പറയുന്നതാണ്. അപ്പോൾ എല്ലാവരും മറക്കാതെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്യുക, അതുപോലെ തന്നെ റെസിപ്പികളുടെ ഫോട്ടോസ് അയച്ചു തരിക. അപ്പോൾ നമുക്ക് ഈ റെസിപ്പിക്ക് വേണ്ടിയിട്ട് 250 ഗ്രാം സ്ട്രോബെറി എടുത്തിട്ടുണ്ട്. നന്നായിട്ട് കഴുകിയിട്ട് ഒന്ന് ഉടച്ചെടുക്കുക. ഇനി ഒരു സോസ് പാൻ ഒന്ന് ചൂടായി വന്നപ്പോഴത്തേക്ക് നമ്മൾ ഈ ഉടച്ച് വെച്ചിരിക്കുന്ന സ്ട്രോബെറി ഇതിലേക്ക് ചേർക്കാം. സ്ട്രോബെറി അത്യാവശ്യം പുളിയായിരിക്കും, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു 3-4 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. ജാം പോലെ ഇട്ട് വരട്ടിയൊന്നും എടുക്കണ്ട, നന്നായിട്ടൊന്ന് തിള വന്നാൽ മതി. അപ്പോൾ നമ്മുടെ സ്ട്രോബെറി നന്നായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ആ പഞ്ചസാരയൊക്കെ ഉരുകി, മധുരമൊക്കെ ഈ സമയത്ത് ആവശ്യത്തിന് നോക്കിയിട്ട് ചേർക്കാം. ഇനി നമുക്ക് തീ ഓഫ് ചെയ്തതിന് ശേഷം ഈ സ്ട്രോബെറിയുടെ ക്രഷ് നമുക്ക് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇത് ഫ്രഷ് ആയിട്ടുള്ള സ്ട്രോബെറി ഉള്ളവർ ഇങ്ങനെ ചെയ്യുക, അല്ലാന്നുണ്ടെങ്കിൽ സ്ട്രോബെറി ക്രഷ് എടുക്കാം. ഇനി കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ റൂം ടെമ്പറേച്ചറിലുള്ള 2 മുട്ടയാണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് കൂടി ചേർത്തിട്ട് നല്ല ക്രീമി ആകുന്നവരെ ഒന്ന് ബീറ്റ് ചെയ്യുക. നന്നായിട്ട് ബീറ്റ് ചെയ്തെങ്കിൽ മാത്രമേ മുട്ടയുടെ സ്മെല്ലൊന്നും കേക്കിൽ വരാതെ ഇരിക്കുകയുള്ളൂ. നന്നായിട്ട് പതഞ്ഞു വരും. നന്നായിട്ട് പതഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/2 കപ്പ് പൊടിക്കാത്ത പഞ്ചസാര ചേർക്കാം. നിങ്ങൾക്ക് ബീറ്റർ ഇല്ലാന്നുണ്ടെങ്കിൽ മിക്സിയിലും മുട്ട ബീറ്റ് ചെയ്ത് എടുക്കാവുന്നതാണ്. 1/2 കപ്പ് ഞാൻ കുറച്ചുകൂടി ചേർത്തിട്ടുണ്ട്, കാരണം സ്ട്രോബെറി കേക്ക് ആകുമ്പോൾ അതിന് അത്യാവശ്യം ഒരു പുളിയാണ്. അപ്പോൾ അത് ഒന്ന് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പഞ്ചസാര ചേർക്കണം. പഞ്ചസാരയും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പ് സൺഫ്ലവർ ഓയിൽ, മണമില്ലാത്ത ഏത് ഓയിൽ വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന സ്ട്രോബെറി ക്രഷിൽ നിന്നും ഒരു 1/4 കപ്പ് ഇതിലേക്ക് ചേർക്കാം. ഇനി സ്ട്രോബെറി കേക്കാണല്ലോ, അപ്പോൾ ഒരു ലൈറ്റ് പിങ്ക് കളർ വേണം. അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് പിങ്കിൻ്റെ ജെൽ കളർ കൊണ്ട് ചേർക്കുന്നുണ്ട്. കളർ ചേർത്തില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ബേക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് പിങ്ക് കളർ അങ്ങ് നഷ്ടപ്പെട്ടു പോകും. അപ്പോൾ നമ്മൾ നന്നായിട്ട് ബീറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പൊടിയൊന്ന് അരിച്ചെടുക്കാം. നമ്മൾ എടുത്തിരിക്കുന്ന 1/4 കപ്പ് മൈദയാണ്. ഇതിലേക്ക് നമ്മളൊരു 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും ഒരു 1/8 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കുക. ടേസ്റ്റൊക്കെ ഒന്ന് ബാലൻസ് ആകാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പും കൂടെ ചേർത്താൽ നല്ലതാണ്. നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം. 1-2 തവണ അരിക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലതാണ്. ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മുട്ടയുടെ മിക്സിലേക്ക് ഈ പൊടി ചേർത്തിട്ട് ലൈറ്റായിട്ടൊന്ന് ഫോൾഡ് ചെയ്തെടുക്കുക. ഇതേസമയം അവൻ പ്രീ ഹീറ്റ് ചെയ്യാനായിട്ട് വെക്കുക 180 ഡിഗ്രിയിൽ. ഇനി അവനിലല്ല കുക്കറിലോ പാനിലോ ആണെന്നുണ്ടെങ്കിൽ അതും ചൂടാക്കാനായിട്ട് വെക്കുക. പൊടി ചേർത്തതിന് ശേഷം നമ്മളിപ്പോൾ നന്നായിട്ട് ഫോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമ്മളൊരു 7 ഇഞ്ചിൻ്റെ ഒരു ടിന്നിലേക്കാണ് ഒഴിച്ചു കൊടുക്കാൻ പോകുന്നത്. ടിന്ന് നമ്മൾ ബട്ടർ പേപ്പർ ഇട്ടൊന്ന് ലൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. നല്ല മോയിസ്റ്റ് ആയിട്ടുള്ളൊരു കേക്കാണ് നമ്മളിത് ബേക്ക് ആകുമ്പോൾ. അപ്പോൾ ഇനി നമുക്കൊരു 45 മിനിറ്റ് ഇതൊന്ന് ബേക്ക് ചെയ്തെടുക്കാം. നമ്മൾ എയർ ബബിൾസ് ഒന്ന് തട്ടി കൊടുക്കുക. അതിന് മുന്നായിട്ട് ഞാനൊരു സ്ക്യൂവർ ഇട്ട് ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മളൊരു 45 മിനിറ്റ് ഇത് ബേക്കായിട്ട് നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചൂടോടുകൂടി തന്നെ നമുക്ക് ആ ടിന്നിൽ നിന്നൊന്ന് മാറ്റിയിട്ട് തണുക്കാനായിട്ട് മാറ്റി വെക്കാം. നന്നായിട്ട് തണുത്തതിന് ശേഷം മാത്രം ഇതിൻ്റെ ബട്ടർ പേപ്പറൊക്കെ ഒന്ന് മാറ്റിയിട്ട് നമുക്ക് എടുക്കാവുന്നതാണ്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു സ്പോഞ്ച് കേക്കാണ്. കേക്ക് നന്നായിട്ട് തണുത്തിട്ട് മാത്രം അത് കട്ട് ചെയ്ത് ലെയർ ചെയ്യാം. കേക്ക് ഇപ്പോൾ നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട്. നമ്മളിനി ഇത് 3 ലെയറുകളായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് നമുക്ക് ഇതിലേക്ക് ഫ്രോസ്റ്റിംഗ് ചെയ്യാം. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു സ്പോഞ്ച് കേക്കാണ്. ഇനി നമുക്കിതിലേക്ക് വേണ്ടിയിട്ടുള്ള ഫ്രോസ്റ്റിംഗ് തയ്യാറാക്കാം. അതിനുവേണ്ടി ഞാൻ 50 ഗ്രാം ബട്ടറാണ് എടുത്തിരിക്കുന്നത്. സോഫ്റ്റ് ആയിട്ടുള്ള ബട്ടറാണ്. അപ്പോൾ അത് നന്നായിട്ടൊന്ന് ബീറ്റാക്കിയതിന് ശേഷം ഇതിലേക്ക് 1 കപ്പ് പഞ്ചസാരയാണ് നമുക്ക് മൊത്തത്തിൽ വേണ്ടത്. കുറേശ്ശായിട്ട് ചേർത്തിട്ട് നന്നായിട്ട് ബീറ്റാക്കി എടുക്കാം. നമ്മളിതിൽ വിപ്പിംഗ് ക്രീം വെച്ചിട്ടല്ല ഫ്രോസ്റ്റിംഗ് ചെയ്യുന്നത്, ക്രീം ചീസും ബട്ടറും വെച്ചിട്ടാണ്. 200 ഗ്രാമിൻ്റെ ഫിലാഡൽഫിയ ക്രീം ചീസാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഇത് വീട്ടിലുണ്ടാക്കാൻ പറ്റുന്ന ഒരു ക്രീമാണ്. അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളത് ഞാൻ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്.
ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ക്രഷിൽ നിന്നും ഒരു 2-3 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഒന്ന് ബീറ്റ് ചെയ്യാം. നിങ്ങൾക്ക് ഫിലാഡൽഫിയ ക്രീം ചീസ് തന്നെ എടുക്കണം എന്നില്ല, പകരം നിങ്ങൾക്ക് വിപ്പിംഗ് ക്രീം എടുത്താലും മതി. ഇതിലേക്ക് നമ്മൾ കുറച്ച് പിങ്ക് കളർ ചേർക്കുന്നുണ്ട്. ഞാനിവിടെ ചേർത്തിരിക്കുന്ന ലൈറ്റ് പിങ്കിൻ്റെ ഒരു ഷെയ്ഡാണ്. കുറച്ച് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ബീറ്റാക്കി എടുക്കാം. ക്രീം ചീസിൻ്റെ ഫ്രോസ്റ്റിങ്ങിനും ചെറിയൊരു പുളിപ്പുണ്ടാകും, അതുപോലെ തന്നെ സ്ട്രോബെറിക്കും ചെറിയൊരു പുളിയാണ്. അപ്പോൾ ഇതൊരു പുളിയും മധുരവും കൂടെ കലർന്നിട്ടുള്ളൊരു കേക്കാണ്. ബെറീസൊക്കെ ഇഷ്ടമുള്ളവർക്ക് നന്നായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു കേക്കാണ്. അപ്പോൾ നമ്മുടെ ഫ്രോസ്റ്റിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് എങ്ങനെയാണ് സെറ്റാക്കുന്നത് നോക്കാം. അപ്പോൾ ഇതിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഷുഗർ സിറപ്പൊക്കെ ബ്രഷ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഞാനിവിടെ ഷുഗർ സിറപ്പ് എടുക്കുന്നില്ല. നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഫ്രോസ്റ്റിങ്ങിൽ നിന്നും കുറച്ചെടുത്ത് അതിൻ്റെ ബോർഡർ ഒന്ന് നമ്മൾ പൈപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ നടുഭാഗത്തായിട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന സ്ട്രോബെറി ക്രഷ് കുറേശ്ശായിട്ട് ചേർത്ത് കൊടുത്തിട്ട് നമുക്കൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇതിന് പകരം നിങ്ങൾക്ക് മൊത്തത്തിൽ ക്രീമും വെച്ച് കൊടുക്കാവുന്നതാണ്. അത് നിങ്ങളുടെ ഇഷ്ടമാണ്. മൊത്തത്തിലൊരു ഫ്രഷ് ആയിട്ടുള്ളൊരു സ്ട്രോബെറിയുടെ ഫ്ലേവർ വരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഫ്രഷ് ആയിട്ടുള്ളത് നടുക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ എല്ലാം അതുപോലെ ഒന്ന് ചെയ്തെടുക്കാം. നല്ലൊരു ഫ്രഷ് ഫ്ലേവർ കിട്ടുന്ന ഒരു കേക്കാണിത്. നമ്മൾ മുഴുവനായിട്ടും ഇങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള ക്രീം നമുക്ക് ഇതിൻ്റെ മുകളിലായിട്ട് പൈപ്പ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഡിസൈൻസ് ഒക്കെ കൊടുക്കാവുന്നതാണ്. ഞാനിവിടെ വളരെ സിമ്പിളായിട്ടുള്ള ഒരു ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത്. നമ്മൾ വിപ്പിംഗ് ക്രീം വെച്ചിട്ട് ചെയ്യുന്ന പോലെ ക്രീം ചീസ് ചെയ്യുമ്പോൾ അങ്ങനെ പെർഫെക്റ്റ് ആയിട്ട് നമുക്കിത് ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമ്മൾ റോസറ്റ്സ് ആണ് മുകളിൽ കൊടുക്കുന്നത്. ഇനി മുകളിൽ മാത്രം അല്ല, നിങ്ങൾക്ക് സൈഡിലും ഒക്കെ മൊത്തത്തിൽ റോസറ്റ് കേക്കായിട്ടും ഇത് എടുക്കാവുന്നതാണ്. കുറച്ച് സിൽവർ കളറിലുള്ള പേൾസും കൂടെ ഇതിന് മുകളിലായിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. വളരെ സിമ്പിളായിട്ടുള്ളൊരു ഡിസൈനാണ്. അപ്പം നമുക്കൊന്ന് കട്ട് ചെയ്ത് നോക്കാം. ഇതൊന്ന് തണുപ്പിച്ചിട്ട് കട്ട് ചെയ്യുമ്പോഴാണ് നല്ലത്. ഞാൻ തണുപ്പിക്കുന്നതിന് മുന്നായിട്ട് ഇത് കട്ട് ചെയ്തു. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു കേക്കാണ്. ക്രിസ്മസിനൊക്കെ നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. നല്ലൊരു സ്ട്രോബെറി ഫ്ലേവറൊക്കെ കിട്ടുന്ന ഒരു കേക്കാണ്. അധികം മധുരമില്ല, ആവശ്യത്തിന് പുളിയും മധുരവും ഒക്കെ ചേർന്നിട്ടുള്ളൊരു ഫ്രഷ് ഫീലിംഗ് കൊടുക്കുന്ന ഒരു കേക്കാണ്. അപ്പോൾ ഇതുവരെ ഇങ്ങനെ സ്ട്രോബെറി കേക്ക് ട്രൈ ചെയ്ത് നോക്കാത്തൊരു ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. അതുപോലെ തന്നെ നമ്മൾ ഈ വീഡിയോ തുടങ്ങുമ്പോൾ പറഞ്ഞ പോലെ ഗിവ് അവേക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുന്ന റെസിപ്പികളുടെ ഫോട്ടോസ് നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജിലേക്ക് അയച്ചു തരാൻ മറക്കരുത്. ഏറ്റവും കൂടുതൽ ഫോട്ടോസ് അയച്ചു തരുന്ന ആൾക്കാർക്കും ഗിവ് അവേ പ്രൈസ്. അപ്പോൾ പുതിയൊരു റെസിപ്പി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും താങ്ക് യു.